തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ UDF തരംഗം. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും UDF തൂത്തുവാരിയപ്പോൾ LDFന് കനത്ത തിരിച്ചടി. 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 15ഉം UDF സ്വന്തമാക്കി. അതേസമയം വിജയത്തിനിടയിലും UDFന് ഞെട്ടലായി പ്രമുഖരുടെ തോൽവി. വയനാട് ജില്ലയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയക്കൊടി പാറിച്ചു. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 15ലും UDF വിജയിച്ചപ്പോൾ 2 ഡിവിഷനുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. കഴിഞ്ഞ തവണ 16 ഡിവിഷനുകളിൽ LDFനും UDFനും 8 വീതം സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു UDF അധികാരത്തിൽ വന്നത്. എന്നാൽ ഇത്തവണ LDFന് 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വയനാട്ടിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ലും UDF വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ മാനന്തവാടി, ബത്തേരി എന്നിവ UDF നേടിയപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കാനായി എന്നത് LDFന് ആശ്വാസമായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ BJP അക്കൗണ്ട് തുറന്നു എന്നതും പ്രത്യേകതയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലും ഒരു ഡിവിഷൻ BJPക്കാണ്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15 UDF നേടിയപ്പോൾ 6 പഞ്ചായത്തുകളാണ് LDFന് ലഭിച്ചത്. 2 പഞ്ചായത്തുകൾ LDFും UDFും പങ്കിട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDFിലെ സംഷാദ് മരക്കാർ വിമത സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് UDFന് ഏറ്റ പ്രഹരമാണ്. സംഷാദ് മരക്കാർ മുൻ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായിരുന്ന KE വിനയൻ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ LDFിലെ TK രമേശ്, ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന LDFിലെ അസൈനാർ, KICU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് തുടങ്ങിയവരാണ് പരാജയപ്പെട്ട ജില്ലയിലെ പ്രമുഖർ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം തിരിച്ചുപിടിച്ച UDF. ഇടതു കോട്ടയായ കൊല്ലം കോർപ്പറേഷൻ കൈവിട്ടു പോയതോടെ LDF കേന്ദ്രങ്ങളിൽ കൊണ്ടുപിടിച്ച പരിശോധനകളാണ് നടക്കുന്നത്. തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. വിനീഷ് കൊട്ടാരക്കരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, നമുക്കറിയാം കോർപ്പറേഷനുകളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനിറങ്ങിയത്. 6 കോർപ്പറേഷനിൽ 4ഉം UDF പിടിച്ചിരിക്കുന്നു. അതിൽ UDFന് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൊല്ലത്തെ ഉജ്ജ്വല വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഇടതു സർക്കാരിനെ താഴെയിറക്കാൻ അല്ലെങ്കിൽ ഇടതു ഭരണത്തെ അവസാനിപ്പിക്കാൻ കൊല്ലം ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? തീർച്ചയായും ഭവ്യ, കൊല്ലം ജില്ലയിലെ LDFന് ജില്ലാ പഞ്ചായത്ത് ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ഭരണം നഷ്ടമായ സാഹചര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ജില്ലയിലെ നഗരങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം ഇടത് കോട്ടകളിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത്. UDFന്റെ വലിയ മുന്നേറ്റം കാണാനുമായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തിയെങ്കിലും 3 സീറ്റ് ഉണ്ടായിരുന്ന UDF അത് 10 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ജില്ലയിൽ 4 നഗരസഭകളാണ് ഭവ്യ ഉള്ളത്. ഇടതിന് സ്വാധീനമുണ്ടായിരുന്ന കരുനാഗപ്പള്ളി നഗരസഭ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDF ഭരിച്ചിരുന്ന പരവൂർ നഗരസഭ ഇത്തവണ LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ കരുനാഗപ്പള്ളി നഗരസഭയെ കുറിച്ച് നമുക്കറിയാം, ഇടത് കോട്ടയായിരുന്നു. അവിടെ ഉണ്ടായ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഇടതിന് ഭരണം നഷ്ടമാകാൻ ഇടയായത്. അതുപോലെ തന്നെ UDF കഴിഞ്ഞ ദിവസം തോറ്റിട്ടായിരുന്നു ആ ഭരണം പരവൂർ നഗരസഭയിൽ ഭരണം നേടിയത്. ഇപ്പോൾ അത് LDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഇടങ്ങളിൽ LDF ഒരിടത്തും UDF ഭരണം പിടിച്ചെടുത്ത സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നമുക്ക് ജില്ലയിലുള്ളത്. ഇതിൽ 7 LDFും 3 UDFുമാണ് വിജയിച്ചത്. ഒരിടത്ത് സമനിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രം വിജയിച്ച ജില്ലയിലാണ് UDF 3 വിജയിച്ചത്. അതും വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാം. 68 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. 32 എണ്ണമാണ് ഇത്തവണ UDF നേടിയത്. LDF 34 നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും 2 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2020 LDF 44 സീറ്റുകൾ നേടി തിളങ്ങിയപ്പോഴാണ് UDFന് 18 സീറ്റ് മാത്രമേ അന്ന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് ഇപ്പോൾ 33 സീറ്റ് നേടി UDF വലിയൊരു മുന്നേറ്റം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NDAയ്ക്കും ജില്ലയിൽ വലിയ മുന്നേറ്റമാണ്. പല സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലടക്കം NDA അക്കൗണ്ട് തുറന്നു. അതുപോലെ തന്നെ ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കടക്കൽ ഭാഗങ്ങളിൽ ഒരു വാർഡിൽ NDA വിജയിച്ചു. അത് വലിയ ഒരു മുന്നേറ്റത്തിന് തുടക്കമായിട്ടാണ് NDA കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ UDFന് വലിയ മുന്നേറ്റം, NDAയ്ക്കും അതുപോലെ മുന്നേറ്റം, LDFന് വലിയൊരു തകർച്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്.